ഫ്രണ്ട്സ്, നമസ്കാരം. എൻ്റെ എല്ലാ കൂട്ടുകാർക്കും സുനിതാസ് യൂണിക് കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു തക്കാളി ചട്നിയാണ് തയ്യാറാക്കിയെടുക്കുന്നത്. നാളികേരമൊന്നും ചേർക്കാതെ വളരെ കുറച്ച് ചേരുവകൾ കൊണ്ട് വളരെ എളുപ്പത്തിൽ നമുക്ക് ഈ ചട്നി തയ്യാറാക്കിയെടുക്കാവുന്നതേ ഉള്ളൂ. ദോശയുടെയും ഇഡ്ഡലിയുടെയൊക്കെ കൂടെ കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആയിട്ടുള്ള ഈ ഒരു തക്കാളി ചട്നി എങ്ങനെയാണ് തയ്യാറാക്കിയെടുക്കുന്നതെന്ന് കണ്ടു നോക്കിയാലോ. അപ്പോൾ ചട്നി തയ്യാറാക്കി എടുക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പാനിലേക്ക് 2 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരട്ടെ. വെളിച്ചെണ്ണ ചൂടായി വന്നപ്പോൾ 1 ടീസ്പൂൺ ഉഴുന്നുപരിപ്പ് ചേർത്ത് കൊടുക്കാം. ഉഴുന്നുപരിപ്പ് ഇളക്കി കൊടുത്ത് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം. ഉഴുന്നുപരിപ്പ് കൂടുതലായിട്ട് മൂത്ത് വരേണ്ട ആവശ്യമൊന്നുമില്ല, ചെറുതായിട്ടൊന്ന് കളർ ചേഞ്ച് ആയാൽ മതി. ഉഴുന്നുപരിപ്പ് ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കുന്നത് നമ്മുടെ എരിവിന് ആവശ്യത്തിന് വേണ്ട ഉണക്കമുളകാണ്. ഞാനിവിടെ കാശ്മീരി ചില്ലിയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. 3 കാശ്മീരി ചില്ലി കട്ട് ചെയ്ത് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഉണക്കമുളക് ചെറുതായിട്ടൊന്ന് മൂത്ത് വരണം, അതുവരെ നമുക്കിതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ ഉണക്കമുളകും ചെറുതായിട്ടൊന്ന് മൂത്ത് വന്നിട്ടുണ്ട്. ഇനി 5 അല്ലി വെളുത്തുള്ളിയാണ് ചേർത്ത് കൊടുക്കുന്നത്. വെളുത്തുള്ളി ചേർത്ത് കൊടുത്ത് നമുക്കിതൊന്ന് വഴറ്റിയെടുക്കാം. വെളുത്തുള്ളി ഇഷ്ടമല്ലെങ്കിൽ ചേർത്ത് കൊടുക്കണമെന്നില്ല. വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുകയാണെങ്കിൽ ഈ ചട്നിക്ക് ഒരു പ്രത്യേക ടേസ്റ്റ് തന്നെയായിരിക്കും. ഇപ്പോൾ വെളുത്തുള്ളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അരിഞ്ഞെടുത്ത സവാളയാണ് ഇനി ആഡ് ചെയ്ത് കൊടുക്കുന്നത്. മീഡിയം സൈസിലുള്ള ഒരു സവാളയാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. സവാള ചേർത്തതിന് ശേഷം ഇതൊന്ന് വഴറ്റിയെടുക്കണം. സവാളയുടെ കളർ മാറേണ്ട ആവശ്യമൊന്നുമില്ല. സവാള നല്ലതുപോലെ ഒന്ന് വാടി വരണം. അതുവരെ ഗ്യാസ് ഒരു മീഡിയം ഫ്ലെയിമിൽ വഴറ്റിയെടുക്കാം. സവാള ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്. ഇത്രയും മതിയാകും. ഇനി ഇതിലേക്ക് തക്കാളി ചേർത്ത് കൊടുക്കണം. 2 വലിയ തക്കാളിയാണ് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ല പഴുത്ത തക്കാളി എടുക്കുന്നതായിരിക്കും കൂടുതൽ നല്ലത്. ഇനി തക്കാളി നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് വേണ്ട ഉപ്പ് ചേർത്ത് കൊടുക്കാം. തക്കാളി വെന്ത് നല്ലതുപോലെ ഉടഞ്ഞു വരണം. നമുക്കിതൊന്ന് അടച്ചു വെച്ചിട്ട് കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് തക്കാളി എളുപ്പത്തിൽ കുക്കായി കിട്ടും. ഗ്യാസ് ഒരു ലോ ഫ്ലെയിമിൽ 5 മിനിറ്റ് നേരം നമുക്ക് തക്കാളി കുക്ക് ചെയ്തെടുക്കാം. അപ്പോഴേക്കും തക്കാളി നല്ലതുപോലെ കുക്കായി വന്നിട്ടുണ്ടാകും. ഇപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞു. ഇപ്പോൾ തക്കാളി നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി വന്നിട്ടുണ്ട്. ഈ ഒരു പാകം വരെ തക്കാളി കുക്ക് ചെയ്തെടുക്കണം. തക്കാളി നല്ലതുപോലെ വെന്ത് സോഫ്റ്റായി കഴിയുമ്പോൾ നമുക്കിതിലേക്ക് 1/4 ടീസ്പൂൺ കായത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. ഇനി അല്പം മല്ലിയിലയാണ് ചേർത്ത് കൊടുക്കുന്നത്. മല്ലിയില അധികം ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല, വളരെ കുറച്ച് ചേർത്ത് കൊടുത്താൽ മതിയാവും കേട്ടോ. ഇനി ഇതൊന്ന് ചെറുതായിട്ട് വഴറ്റിയതിന് ശേഷം ഇതിലേക്ക് ഒരല്പം പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് ഓപ്ഷണലാണ്, ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം ചേർത്ത് കൊടുത്താൽ മതി. പഞ്ചസാര ചേർത്ത് വഴറ്റിയതിന് ശേഷം ഗ്യാസ് ഓഫ് ചെയ്യുവാണ്. ഇനി ഇതിൻ്റെ ചൂട് ആറിയതിന് ശേഷം മിക്സിയുടെ ചെറിയ ജാറ് നല്ല സ്മൂത്ത് ആയിട്ട് അരച്ചെടുക്കണം. ഇപ്പോൾ ഇതിൻ്റെ ചൂട് ആറിയിട്ടുണ്ട്. ഇനി നമുക്കിത് വെള്ളം ചേർക്കാതെ വേണം അരച്ചെടുക്കേണ്ടത്. അരച്ചെടുക്കുന്ന ടൈമിൽ വെള്ളം വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുത്തോളൂ. അപ്പോൾ ഞാനിതൊന്ന് ഫൈൻ പേസ്റ്റ് ആയിട്ട് അരച്ചെടുക്കട്ടെ. ഇപ്പോൾ ഇവിടെ നല്ല ഫൈൻ പേസ്റ്റ് ആയിട്ട് തക്കാളി ചട്നി അരച്ചെടുത്തിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ നമുക്കിതിലേക്ക് കടുക് താളിച്ച് ചേർക്കാവുന്നതാണ്, അല്ലെങ്കിൽ നമുക്ക് ഇതുപോലെ തന്നെ കഴിക്കാവുന്നതാണ് കേട്ടോ. ഞാനിവിടെ കടുകും ഉണക്കമുളകും കറിവേപ്പിലയും അല്പം വെളിച്ചെണ്ണയും താളിച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ, നല്ല രുചിയുള്ളൊരു തക്കാളി ചട്നിയാണിത്. തക്കാളി ചട്നി എല്ലാവരും ഇതുപോലെ ഒന്ന് തയ്യാറാക്കി നോക്കണം. ഉറപ്പായിട്ടും എല്ലാവർക്കും ഇഷ്ടമാകും. വീഡിയോ ഇഷ്ടമായാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് കേട്ടോ. താങ്ക് യു. ബൈ.